സ്വപ്നങ്ങൾക്ക് പറ്റിയ ഒരു ലോകം സൃഷ്ടിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരുപക്ഷെ ഇല്ലെന്നാണ് നമ്മളിൽ പലരും ചിന്തിക്കുന്നത്. പക്ഷെ ഒരാൾക്കത് സാധിച്ചു. അയാളുടെ സ്വപ്നങ്ങൾ ഇന്ന് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. 59 നോമിനേഷനിൽ നിന്നായി 22 ഓസ്കർ അവാർഡാണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. അയാൾ മറ്റാരുമല്ല, തന്റെ തലയിൽ പിറവിയെടുത്ത പിന്നീട് ലോക കാർട്ടൂൺ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മിക്കി മൗസിന്റെ ക്രിയേറ്ററായ വാൾട്ട് ഡിസ്നി. വെൽക്കം ടു സ്കിനിമ. വാൾട്ട് ഡിസ്നി എന്ന അത്ഭുത മനുഷ്യന്റെ ജീവിതമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. വാൾട്ട് ഏലിയസ് ഡിസ്നി എന്ന വാൾട്ട് ഡിസ്നി ഒരു അമേരിക്കൻ വ്യവസായിയും എഴുത്തുകാരനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ചലച്ചിത്ര നിർമ്മാതാവും ഒക്കെയായിരുന്നു. ഒരു ചലച്ചിത്ര നിർമ്മാതാവ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അക്കാഡമി അവാർഡുകളും നോമിനേഷനുകളും നേടിയതിന്റെ റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി. 59 നോമിനേഷനുകളിൽ നിന്നായി 22 ഓസ്കർ അവാർഡ്സ് ആണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. ഇതുകൂടാതെ 2 ഗോൾഡൻ ഗ്ലോബ്, സ്പെഷ്യൽ അച്ചീവ്മെന്റ് അവാർഡുകളും ഒരു എമ്മി അവാർഡും അദ്ദേഹം സ്വന്തമാക്കി. 1901 ഡിസംബർ 5-ന് ചിക്കാഗോയിൽ കർഷകനും കെട്ടിട കരാറുകാരനുമായ ഏലിയസ് ഡിസ്നിയുടെ പബ്ലിക് സ്കൂൾ അധ്യാപികയായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഫ്ലോറ കോളിന്റെയും 4ാമത്തെ മകനായാണ് വാൾട്ട് ഡിസ്നിയുടെ ജനനം. തന്റെ ചെറുപ്പകാലം മുതൽക്കേ ചിത്രകലയിലും പത്രങ്ങളിൽ വരുന്ന കാർട്ടൂണുകൾ അതേപടി പകർത്തി വരയ്ക്കുന്നതിലും താല്പര്യം കാണിച്ചിരുന്നു. എന്നാൽ വാൾട്ടിന്റെ ജീവിതം എല്ലായ്പ്പോഴും അത്ര സിമ്പിൾ അല്ലായിരുന്നു. കുടുംബം മിസൗറിയിലേക്ക് താമസം മാറ്റിയപ്പോൾ വാൾട്ട് പത്രം വിതരണം ചെയ്യുന്ന ജോലി ചെയ്തു. അതിനിടയിൽ അവന്റെ ചിത്രകലയിൽ തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തി. ഡിസ്നി തന്റെ 16-ാം വയസ്സിൽ ഒരു കാർട്ടൂൺ കോഴ്സിന് ചേർന്നു. പിന്നീട് 1918-ൽ US ആർമിയിൽ ചേർന്ന ഡിസ്നി 1-ാം ലോക മഹായുദ്ധം കാരണം റെഡ് ക്രോസിൽ ചേർന്ന് ആംബുലൻസ് ഡ്രൈവറായും പ്രവർത്തിച്ചു. യുദ്ധം കഴിഞ്ഞ് വോൾട്ട് തന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ നടന്നു. ഡ്രൈവറായി വർക്ക് ചെയ്തതിനു ശേഷം വോൾട്ട് കാർട്ടൂൺ രംഗത്തേക്ക് തിരിഞ്ഞു. കാൻസസ് സിറ്റിയിൽ ലാഫ്ഗ്രാം സ്റ്റുഡിയോ എന്ന പേരിൽ ഒരു ചെറിയ സ്റ്റുഡിയോ തുടങ്ങി. അവിടെ തന്റെ ആദ്യ കാർട്ടൂൺ സീരീസ് പിറന്നു. പക്ഷെ പണം തികയാതെ ആ സ്റ്റുഡിയോ അടച്ചുപൂട്ടേണ്ടി വന്നു. അതിനുശേഷം ഒരു പരസ്യ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഡിസ്നിയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നത് 1927-ൽ ഓസ്വൾഡ് ദ ലക്കി റാബിറ്റ് എന്ന കാർട്ടൂണിൽ നിന്നായിരുന്നു. ഡിസ്നി നിർമ്മിച്ച ഈ കാർട്ടൂൺ പുറത്തിറക്കാൻ ആരും താല്പര്യം കാണിക്കാത്തത് കൊണ്ട് തന്നെ ഡിസ്നി ഹോളിവുഡിലേക്ക് വണ്ടി കയറി. അവിടെ വെച്ച് ലോകത്തിലെ തന്നെ പ്രശസ്തമായ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് ഡിസ്നിയുടെ കാർട്ടൂൺ പുറത്തിറക്കാമെന്ന് സമ്മതിച്ചു. യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് റിലീസ് ചെയ്ത ഓസ്വൾഡ് ദ ലക്കി റാബിറ്റ് വമ്പൻ ഹിറ്റായി. അതുമൂലമുണ്ടായ ഡിസ്നിയുടെ സന്തോഷം പക്ഷെ അധിക നാൾ അങ്ങനെ നീണ്ടു നിന്നില്ല. കാർട്ടൂൺ നിർമ്മിച്ചത് വാൾട്ട് ഡിസ്നി ആയിരുന്നുവെങ്കിലും അതിന്റെ കോപ്പിറൈറ്റ് പക്ഷെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ പേരിലായിരുന്നു. അതുകൊണ്ട് തന്നെ സംവിധായക സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് നീക്കം ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും പിന്മാറാൻ ഡിസ്നി തയ്യാറായില്ല. വീണ്ടും ഒരു കാർട്ടൂൺ നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ വേദനയിൽ നിന്നാണ് ലോകം കണ്ട ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ജനിക്കുന്നത്, മിക്കി മൗസ്. അങ്ങനെ തിരിച്ച് ചിക്കാഗോയിലേക്കുള്ള യാത്രക്കിടെ ഡിസ്നി 3 വൃത്തങ്ങളിൽ തീർത്ത വിസ്മയമാണ് മിക്കി മൗസ്. മിക്കി മൗസ് എന്ന കാർട്ടൂൺ ലോക ജനതയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് അന്ന് വരെ ആരും കാണാത്ത ഒരു രീതിയിലായിരുന്നു. അന്ന് വരെ നിശബ്ദ കാർട്ടൂണുകൾ മാത്രം കണ്ടുകൊണ്ട് വന്നിരുന്ന ലോകത്തിന്റെ മുന്നിലേക്ക് മിക്കി മൗസ് വന്നത് ശബ്ദത്തോടു കൂടിയായിരുന്നു. മിക്കി മൗസിന്റെ തുടക്ക കാലങ്ങളിൽ ഡിസ്നി തന്നെയായിരുന്നു ആ ഒരു കാർട്ടൂണിന് ശബ്ദം നൽകിയിരുന്നത്. സംഗീതവും ശബ്ദവും ഒക്കെയുള്ള മിക്കി മൗസിനെ ലോകം മുഴുവൻ ഏറ്റെടുത്തു. അങ്ങനെ പരാജയത്തിൽ നിന്നും അദ്ദേഹം പയ്യെ ഉയർത്തെഴുന്നേറ്റു. 1937-ൽ അദ്ദേഹം സ്നോ വൈറ്റ് ആൻഡ് ദ 7 ഡ്വാർഫ്സ് എന്ന ആദ്യത്തെ ഫുൾ ലെങ്ത് ആനിമേറ്റഡ് സിനിമ പുറത്തിറക്കി. ഫിനോക്കിയോ, ഡംബോ, ബാംബി തുടങ്ങിയ ഡിഫറൻ്റ് ആയ മുഴുനീള എന്റർടൈൻമെന്റ് ചിത്രങ്ങളും എണ്ണമറ്റ ക്ലാസിക് സിനിമകളും പിറന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സുവർണ കാലമായിരുന്നു. 1932-ലാണ് അദ്ദേഹത്തിന് ആദ്യത്തെ ഓസ്കർ ലഭിക്കുന്നത്. അതും മിക്കി മൗസ് എന്ന കാർട്ടൂൺ തന്നെയാണ് അദ്ദേഹത്തിന് സമ്മാനിച്ചത്. സിനിമ മാത്രമല്ല, വിനോദ മേഖലകളെല്ലാം കൈയടക്കണമെന്ന അദ്ദേഹത്തിന്റെ മോഹം ചെന്നെത്തിയത് ഒരു തീം പാർക്ക് എന്ന ആശയത്തിലാണ്. 1950-കളുടെ തുടക്കത്തിൽ LAയിൽ ഒരു വലിയ അമ്യൂസ്മെന്റ് പാർക്ക് നിർമ്മിക്കാനുള്ള പദ്ധതികൾ ഡിസ്നി ആരംഭിച്ചിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്ക്. അങ്ങനെ 1955-ൽ കാലിഫോർണിയയിൽ ഡിസ്നി ലാൻഡ് തുറന്നു. അതിന്റെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും വ്യത്യസ്തത ഉണ്ടായിരുന്നു. അതൊരു അത്ഭുത ലോകമായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ രസിക്കാൻ കഴിയുന്ന റൈഡുകളും ഷോകളുമായി ഡിസ്നി ലാൻഡ് ഒരു മാജിക്കൽ വേൾഡ് തന്നെയായിരുന്നു. താമസിക്കാതെ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾക്ക് ഇതൊരു ഫേവറേറ്റ് പ്ലേസ് ആയി മാറി. 2ാമത്തെ ഡിസ്നി പാർക്ക് ഫ്ലോറിഡയിലെ ഒർലാൻഡോയ്ക്കടുത്തുള്ള വാൾട്ട് ഡിസ്നി വേൾഡ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മരണസമയത്ത് അത് നിർമ്മാണത്തിലായിരുന്നു. 1971-ൽ തുറന്നു. ഡിസ്നി ലാൻഡ് ഇന്ന് ലോകത്ത് 5 ഇടങ്ങളിലുണ്ട്.
ഡിസ്നിയുടെ കീഴിലുള്ള മറ്റേഴെണ്ണം വേറെയും. അതുകൊണ്ട് മാത്രമായില്ല ഡിസ്നിയുടെ വിജയയാത്ര. അന്ന് വളർന്നു തുടങ്ങിയ പല കമ്പനികളും ഡിസ്നി വാങ്ങാൻ തുടങ്ങി. വിനോദ മേഖല മുഴുവൻ കൈയടക്കി പിടിച്ച വാൾട്ട് ഡിസ്നി 1966 ഡിസംബർ 15 ശ്വാസകോശ അർബുദം ബാധിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഒരാൾക്ക് സ്വപ്നം കാണാവുന്നതിലും അപ്പുറമാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയ വാൾട്ട് ഡിസ്നിയുടെ ഇന്നത്തെ ഈ ഒരു എംപയർ. All our dreams can come true if we have the courage to pursue them. വളരെ സിമ്പിളായി ഡിസ്നി പറഞ്ഞ ഒരു പവർഫുൾ കാര്യമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.